പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. അതെ, ഞാൻ എൻ്റെ അവസാന ഭാഗത്തെയാണ് പ്രസംഗിക്കാൻ താല്പര്യപ്പെടുന്നത്. കർത്താവിൻ്റെ മേശയുടെ ആനുകൂല്യത്തെക്കുറിച്ച് അവിടെ പറയുന്നു. ഇത് കാഴ്ചപ്പാടില്ലാതെ ഇതിൽ പങ്കെടുത്താൽ എന്തു കുടിക്കേണ്ടി വരും? ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കാഴ്ചപ്പാടോടെ പങ്കെടുത്താലോ രക്ഷ തിന്നുകയും കുടിക്കുകയും ചെയ്യും. ഒരാമേൻ പറഞ്ഞാണ്. അനുഗ്രഹം തിന്നുകയും കുടിക്കുകയും ചെയ്യും. ഒരാമേൻ പറഞ്ഞാണ്. കൃപയാൽ നീതീകരിക്കപ്പെട്ട് ഭയത്തോടെ വിശുദ്ധിയോടെ നിർമ്മലതയോടെ ദൈവമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി ഈ കാര്യത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ രക്ഷ തിന്നുകയും കുടിക്കുകയും ചെയ്യും. ഇവിടെ പറയുന്നു ചിലർ കുറ്റക്കാരായി മാറും. എന്നാൽ കാഴ്ചപ്പാടോടെ പങ്കെടുത്താലോ കുറ്റവിമുക്തരായി മാറും. രാമൻ പറഞ്ഞ എല്ലാവരും പറഞ്ഞ കുറ്റവിമുക്തർ, കുറ്റവിമുക്തർ. വീണ്ടും ബലഹീനർ, പലരും ബലഹീനർ. അപ്പോൾ ഇത് കാഴ്ചപ്പാടില്ലാതെ പങ്കെടുത്താൽ ബലഹീനരാകുമെങ്കിൽ കാഴ്ചപ്പാടോടെ കൃപയാൽ നീതീകരിക്കപ്പെട്ട് പങ്കെടുത്താൽ ആരാകും? ബലമുള്ളവരായി മാറും. ആനുകൂല്യം പറയുകയാണ്. വീണ്ടും രോഗികൾ, അനേകർ രോഗികളാകുന്നു. ഞാൻ പറയാറുണ്ട്, പല പെന്തക്കോസ്ത് സഭകളിലും രോഗം വിട്ടുമാറുന്നില്ല. അതിൻ്റെ കാര്യം എന്നറിയാമോ? ഞാൻ പറയാം, നമ്മളെല്ലാം വിശുദ്ധന്മാരും അവർ പാപികളൊന്നും അല്ല ഞാൻ പറയാൻ വരുന്നത്. ഞാൻ പറഞ്ഞ് കേൾക്ക്, ശ്രദ്ധിച്ച് കേൾക്ക്. കൃപയാൽ നീതീകരണം അവർ പ്രസംഗിക്കാറില്ല. ജനത്തിന് പാപം ചെയ്യാതെ ജീവിക്കാൻ ഒക്കത്തില്ല. അറിയില്ല, പാപമുണ്ടാവും. പലപ്പോഴും കുറവുകളില്ലാത്ത മനുഷ്യരില്ല. ഈ കുറവിന് പരിഹാരമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കത്തില്ല. അവിടുത്തെ കുറവ് എന്താണ്? ആരെങ്കിലും തമ്മിൽ മിണ്ടാതിരുന്നാൽ അതാണ് അവിടുത്തെ കുറവ്. അതല്ല കുറവ്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ നമ്മളും ദൈവമായുള്ള ബന്ധത്തിൽ വരുന്ന വീഴ്ചയാണ് കുറവ്. നമ്മുടെ വിശ്വാസക്കുറവാണ് കുറവ്. നമ്മുടെ പ്രാർത്ഥനാ കുറവാണ് കുറവ്. നമ്മളാരും കൊല്ലാൻ പോകുന്നില്ല, തിന്നാൻ പോകുന്നില്ല, ആരുടെയും പണം പിടിച്ചു പറിക്കാൻ പോകുന്നില്ല. നമ്മളിൽ മിക്കവരും ഞാൻ അഹങ്കാരം പറയുകയല്ല, നമ്മുടെ കൃപ പറയുകയാണ്. 80-85% നന്നായിട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരാണോ? ആരെങ്കിലും കഴിഞ്ഞ ആഴ്ച കക്കാൻ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ കരമുയർത്താം. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മളൊന്നും അങ്ങനെ തിന്നാനും കൊല്ലാനും പോകുന്നില്ല. നമ്മുടെ വീഴ്ച എന്താണ്? ഏറ്റവും വലിയ വീഴ്ച ഞാൻ പറയാം. നമ്മുടെ വീഴ്ച അവിശ്വാസം പറയുന്നതാണ് നമ്മുടെ വീഴ്ച. എഴുതി വെച്ചോ. പിശാചിനെ പ്രവർത്തന നിരതനാക്കുന്ന പ്രവൃത്തിയാണ്. When you say faith words, you sign agreement with God. When you say words of unbelief, you sign agreement with Satan. നീ ഒരു അവിശ്വാസം പറയുമ്പോൾ നീ പിശാചുമായിട്ട് ഒരു എഗ്രിമെന്റിൽ എത്തുകയാണ്, സൈൻ ചെയ്യുകയാണ്, ഒപ്പിട്ട് കൊടുക്കുകയാണ്. പ്രവർത്തിച്ചോ, അന്ന് കയറി ചവിട്ടിക്കൂട്ടിക്കോ എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ നീ വിശ്വാസവാക്ക് പറയുമ്പോൾ ദൈവമായിട്ട് ഒരു എഗ്രിമെന്റിൽ എത്തുക. അവന്റെ എഗ്രിമെന്റ് എന്താണ്? നിന്നെ മാനിക്കുന്ന എഗ്രിമെന്റ്, നിന്നെ ഉയർത്തുന്ന അത്ഭുത വിഷയമാക്കുന്ന എഗ്രിമെന്റ്. രോഗികളാകുന്നു. ഞാൻ പറഞ്ഞത്, കൃപയാൽ നീതീകരണം പ്രസംഗിക്കാത്ത സ്ഥലങ്ങളിൽ ജനം രോഗികളാകും. അത് മാസത്തിൽ ഒന്നായാലും വർഷത്തിൽ ഒന്നായാലും. കൃപയാലൊരു നീതീകരണമുണ്ട്. ആ കൃപയാലുള്ള നീതീകരണം പ്രാപിച്ചിട്ട് വേണം ഇതിൽ കയറാൻ. അതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് കൃപയാൽ നീതീകരിക്കണമേ. മാത്രമല്ല വിശ്വാസത്താൽ നീതീകരണമുണ്ട്.
നിങ്ങളുടെ പാസ്റ്റർ ഇന്നിവിടെ നിൽക്കുന്നത് പാസ്റ്റർ വിശുദ്ധ ജീവിതം കൊണ്ടല്ല, കൃപയാൽ അവൻ വിശുദ്ധീകരിച്ചത് കൊണ്ടാണ്, വിശ്വാസത്താൽ നീതീകരിച്ചത് കൊണ്ടാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. രോഗികളാകണ്ട എന്ന് താല്പര്യമുണ്ടെങ്കിൽ കാഴ്ചപ്പാടോടുകൂടെ ഇത് സ്വീകരിക്കണം. അപ്പോൾ രോഗികളാകുമെങ്കിൽ കാഴ്ചപ്പാടോടെ സ്വീകരിച്ചാൽ ആരാകും? സൗഖ്യമുള്ളവർ, ആരോഗ്യമുള്ളവർ, ബലമുള്ളവർ, ശക്തന്മാർ. വിശ്വസിക്കുന്നവർക്കായി അനേകരും നിദ്ര കൊള്ളുന്നു, ചത്തുപോകുമെന്ന്. ഒരമ്മൻ പറ, കാഴ്ചപ്പാടില്ലാതെ പങ്കെടുത്താൽ തട്ടിപ്പോകുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത്, വളരെ ഭയഭക്തിയോട് ജീവിക്കണം. ഉപദേശിക്കുകയാണ്, നിങ്ങളാൽ ആവോളം നെഗറ്റീവ് പറയാതെ സൂക്ഷിക്കണം. നിങ്ങളാൽ ആവോളം ആടിയാടി പ്രാർത്ഥിക്കണം. പ്രിയമക്കളെ, എനിക്ക് ഒരു സ്ഥലം കൂടെ പ്രാർത്ഥനയ്ക്ക് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് നോക്കിയപ്പോൾ ലിഫ്റ്റിന്റെ മേളിലൊരു സ്ഥലം കിട്ടി. ഷീജ പറയുക, വേറെ എങ്ങും സ്ഥലം കിട്ടില്ല. ലിഫ്റ്റ് സ്വല്പം താഴ്ത്തിയിട്ടാൽ മേളിൽ നല്ലൊരു, നോക്കിയപ്പോൾ ഇവിടുന്നും കാറ്റ് വരും, അവിടുന്നും കാറ്റ് വരും. നല്ല സ്ഥലം. എനിക്ക് ഭയങ്കര സന്തോഷം. മക്കളെ, പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലം കണ്ടെത്തുക, ആടിയാടി പ്രാർത്ഥിക്കുക. ഇതെല്ലാമാണ് നിന്റെ ആനുകൂല്യം. ഇവിടെയൊക്കെയാണ് നീ ജീവിക്കുന്നത്. അനേകരും നിദ്ര കൊള്ളുന്നു. മരിക്കേണ്ട താല്പര്യമുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? കാഴ്ചപ്പാടോടെ കർത്താവിന് മേശയിൽ പങ്കെടുക്കണം. വീണ്ടും ഒരു വാക്കിലൂടെ വായിക്കാം. യോഹന്നാൻ 13:26-27. ഏഴാമത്തെ കാര്യം പറഞ്ഞു. യോഹന്നാൻ 13:26-27. യോഹന്നാൻ 13:26-27. യോഹന്നാൻ 13:26-27. ഞാൻ അപ്പക്കണ്ണം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. കണ്ണം മുക്കി ശീമോൻ ഇസ്കരിയോത്താവിന്റെ മകനായ യൂദായിക്ക് കൊടുത്തു. കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. കർത്തൃമേശയിൽ പങ്കെടുത്ത ഉടനെ ആര് കയറിയെന്ന്? പിശാച്. കാര്യം എന്താണ്? അകം ശരിയല്ല, യേശുവിന് അനുകൂലമല്ല. എങ്ങനെയെങ്കിലും ഇവനെ കാണിച്ചു കൊടുത്തിട്ട് എത്ര പൈസ മേടിക്കണം? 30 വെള്ളിക്കാശ് മേടിക്കണം. ഇവൻ രക്ഷപ്പെടും, ഞാനും രക്ഷപ്പെടും. അപ്പൊ അകം ശരിയായിട്ട് വേണം ഇതിൽ പങ്കെടുക്കാൻ. ഒരൊറ്റ ചിന്ത, ദൈവനാമം മഹത്വപ്പെടണം, എൻ്റെ യേശുവിന്റെ നാമം ഉയരണം, യേശുവിന്റെ പ്രവൃത്തി പട്ടണത്തിൽ വെളിപ്പെടണം, യേശുവിനാൽ ഒരു ആരോഗ്യം എനിക്കുണ്ടാകണം. എനിക്ക് മാത്രമല്ല, എൻ്റെ സഹവിശ്വാസികൾക്കും ഒരു ആരോഗ്യം ഉണ്ടാകണം. ഒരു നല്ല ചിന്ത അകത്തുണ്ടെങ്കിൽ പിശാച് കയറത്തില്ല, ഉള്ള ബന്ധനം കൂടെ അഴിഞ്ഞു മാറും, പിശാച് വിട്ടുമാറും. ഇതാണ്